2026 ആഗസ്റ്റ് മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. അത് പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. അതായത് ശത്രുക്കളെയും അസൂയാലുക്കളെയും ഒക്കെ കൊണ്ടുള്ള ഉപദ്രവങ്ങളും മറ്റുള്ള രീതിയിലുള്ള എല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ നമ്മൾ മോശപ്പെട്ട പിന്നെ ആൾക്കാരുമായിട്ടുള്ള സംസർഗം മൂലമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ മൂലമോ നമുക്ക് അറിയാതെയോ ഒക്കെ ഉണ്ടായിട്ടുള്ള ചില കഷ്ടനഷ്ടങ്ങളും പേരുദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. വളരെ നല്ല രീതിയിൽ ശ്രമിക്കുകയാണെങ്കിൽ ഈ മാസം നല്ല രീതിയിൽ ധനം സമ്പാദിക്കാൻ പറ്റിയ ഒരു മാസം കൂടിയാണ്. അതുപോലെ അങ്ങനെ വലിയ അസുഖങ്ങളൊന്നും ഏൽക്കാത്ത ഒരു സമയവും കൂടിയാണ്. വലിയ അസുഖങ്ങൾ പുതുതായിട്ട് ഇനി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ലാത്തൊരു മാസം, ഉള്ളതിനെല്ലാം ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിൽ വിഷാംശങ്ങളും, അതായത് ഉള്ളിൽ ഫുഡ് പോയ്സണോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ വിഷങ്ങൾ പോയിട്ടുള്ള അലർജിയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ശരീരത്തില് തൊലിയിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വയറിനുള്ള പ്രയാസങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും മാറിക്കിട്ടുന്ന ഒരു മാസവും കൂടിയാണ് ഈ മാസം. അതുപോലെ ശരീരത്തിന് ധാതുക്ഷയം മൂലം ഉള്ള ബലക്കുറവ് അങ്ങനെയൊക്കെ ഉള്ളതും പിന്നെ വാതരോഗം മൂലമുള്ള കഷ്ടപ്പാടുണ്ടെങ്കിൽ അതിനും തക്ക ചികിത്സ ലഭിച്ച് മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. എന്തായിരുന്നാലും ഒരു പല രീതിയിൽ ഒന്ന് ബുദ്ധിപൂർവ്വം ശ്രമിക്കുകയാണെങ്കിൽ ഏതെങ്കിലും വഴികളിൽ കൂടി നമുക്ക് പാഴ്ചെലവുകൾ ഉണ്ടാകുന്നു, ധനനഷ്ടം ഉണ്ടാകുന്നു എന്ന് കണ്ടുപിടിക്കാനും അത് ഒഴിവാക്കി ധനം ലാഭത്തിലേക്ക് എത്തിക്കാനും സാധിക്കുന്നു. അതുപോലെ ചിലർക്കാണെങ്കിൽ അവർക്ക് പല രീതിയിലുള്ള വസ്തുവകകൾ ഉണ്ടെങ്കിലും അത് ചിലപ്പം കുടുംബത്തിൽ നിന്ന് ഭാഗം വെച്ച് കിട്ടാത്തത് കൊണ്ടാവാം, അതല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും തർക്കത്തിൽപ്പെട്ട് കേസിൽ കിടക്കണമുണ്ടാവാം. ഏത് രീതിയിരുന്നാലും അവർക്ക് എല്ലാം ഉണ്ട് അവർക്ക്, പക്ഷേ അവർക്ക് വീടുണ്ട് എല്ലാം ഉണ്ടെങ്കിലും ആ വീട്ടിൽ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ ഇതെല്ലാം വാടക വീട്ടിൽ താമസിക്കേണ്ടതായിട്ടൊരു അവസ്ഥ വരുന്നു. അപ്പൊ പണത്തിന് ബുദ്ധിമുട്ട് വരുന്നു. പണം ഉണ്ട് പക്ഷെ അത് എടുക്കാൻ പറ്റുന്നില്ല. ആ രീതിയിലുള്ള അവസ്ഥകളിൽ കൂടി നിൽക്കുന്നവർക്കൊക്കെ ഈ മാസം പരിഹാരം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ കുടുംബത്തിനകത്ത്, അതായത് അച്ഛനും മക്കളും പിന്നെ അപ്പൂപ്പനും അമ്മമ്മയും അങ്ങനെ ആ ബന്ധുക്കൾ തമ്മിലുള്ള, കുടുംബക്കാർ തമ്മിലുള്ള തർക്കങ്ങളും വഴക്കുകളെല്ലാം ഒഴിവാക്കി അതും ഒരു നല്ല രീതിയിൽ പോകുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ്. ഇതെല്ലാം ആണെങ്കിൽ തന്നെയും ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാല് കുറച്ച് മോശം ആയിട്ടുള്ള ഫലങ്ങൾ വരുന്നതിന് ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. അതായത് അപമാനങ്ങളിലും അങ്ങനെ പേര് ദോഷം ഉണ്ടാക്കുന്ന ഏതൊരു കാര്യത്തിലും പ്രത്യക്ഷമായോ പരോക്ഷമായിട്ടോ നിങ്ങൾ പോകരുത്, അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ആയിട്ട്, അതായത് കൂട്ട് ബിസിനസ് ആയിട്ട് ചെയ്യുന്ന വ്യാപാരങ്ങളിലാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നിങ്ങളെ ചതിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് വളരെ അധികം ശ്രദ്ധിക്കുക. പിന്നെ വളരെ ദൂരങ്ങളിൽ യാത്ര ചെയ്യേണ്ടതായിട്ട് ചിലർക്ക് വരാനൊരു യോഗം കാണുന്നുണ്ട്. അതുകൊണ്ട് ദൂര യാത്രകളാണ്. അപ്പൊ അതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ യാത്രാക്ലേശങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. ഇനി പൂരുട്ടാതി നക്ഷത്രക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. 15 വയസ്സ് വരെയുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ഗുണകരമായ പല നല്ല കാര്യങ്ങളും നടക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചെറിയ അസുഖങ്ങൾ വരാം, എന്നാലും വലിയ പ്രയാസങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. വിദ്യാഭ്യാസം തുടങ്ങുന്നതിനൊന്നും ഒരു തടസ്സം കാണുന്നില്ല. അത് ഒപ്പം തന്നെ അത് മുന്നോട്ട് പോകുന്നതിനും തടസ്സങ്ങളൊന്നും വരുന്നില്ല. സർക്കാരിൽ നിന്നും ഈ സമയം ചില ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ചില കുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ മുതിർന്നവരുമായി ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. മുതിർന്ന കുടുംബാംഗത്തിന് ഒരു വിയോഗം ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. ഉന്നത നിലവാരമുള്ള വിദ്യാലയത്തിൽ പഠിക്കുന്നതിന് ചില കുട്ടികൾക്ക് സാധിക്കുന്നു. വളരെയധികം ക്വാളിറ്റിയുള്ള നല്ല വിദ്യാലയങ്ങളിൽ പഠിക്കുന്നതിന് സാധിക്കുന്നു. സമ്പത്തും മറ്റു വസ്തുവകകളും ലഭ്യമാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. ആയുധങ്ങളിൽ നിന്നും ഉപദ്രവം ഉണ്ടാകാം എന്നുള്ളതിനാൽ ഈ ആയുധങ്ങൾ കുറച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഏതുതരം ആയുധമായിരുന്നാലും സൂക്ഷിക്കുക. കുടുംബത്തിൽ ഒരു വാഹനം വാങ്ങുന്നതിന് ഒരു യോഗം കാണുന്നുണ്ട്. 15 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കുടുംബാംഗങ്ങളുടെ ഇടയിൽ ചില രോഗങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. ഈ സമയം കുടുംബാംഗങ്ങൾ മറ്റുള്ളവരുമായി വലിയ രീതിയിലുള്ള വാക്കുതർക്കങ്ങൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. കൂടുതൽ പന്തയത്തിനും നിങ്ങൾ പോകരുത്. പന്തയം വയ്പ്പിനൊന്നും വാതുവയ്പ്പിനൊന്നും പോകരുത്. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് ചിലർ കുടുംബസമേതം പോകുന്നതിനും സാധ്യതയുണ്ട്. വിദ്യാഭ്യാസത്തിൽ ആദ്യം ചില തടസ്സങ്ങൾ വരാം എങ്കിലും പിന്നീട് ആ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. വിദ്യയുടെ
അടിസ്ഥാനത്തിൽ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാം, ചിലർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ തന്നെ അവർക്ക് ജോലി ചെയ്യേണ്ടതായിട്ട് വരാം. കൃഷിയിലും ചിലർ തോട്ടം ഒക്കെ ഉള്ള ഒരാൾക്കാരാണെങ്കിൽ അവർ കൃഷിയിലേക്ക് അവർ തിരിയുന്നതിനൊരു സാധ്യത കാണുന്നു. ചിലർക്ക് ചില രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. വാദമാണ് മുഖ്യമായും വരാൻ സാധ്യത. പലതരത്തിലുള്ള വാതരോഗമുണ്ട്. വിവാഹവും സന്താന ഭാഗ്യത്തിനും ഈ സമയം യോഗം കാണുന്നുണ്ട്. ചിലർക്ക് പരിഹാര പൂജകൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ധനം സമ്പാദിക്കുന്നതിന് ഒരു മന്ദത വരുന്നതിന് ചിലർക്ക് ഒരു സാധ്യതയുണ്ട്. എങ്കിലും സാമ്പത്തിക അച്ചടക്കം പാലിച്ചാൽ അതെല്ലാം ഒഴിവാക്കി കിട്ടും. ആവശ്യമില്ലാതെ ലോൺ എടുക്കുന്നതിന് എന്തും ഏതും EMI വ്യവസ്ഥയിൽ വാങ്ങുന്നതും നല്ലതല്ല. അത് കഴിയുന്നതും ഒഴിവാക്കുക. 34 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഗുരുസ്ഥാനീയരിൽ നിന്നും അനുഗ്രഹവും സഹായവും ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. പൊതുവെ മെച്ചപ്പെട്ട ഒരു കാലമാണ് കാണുന്നത്. ആരോഗ്യം ഒരുവിധം തൃപ്തികരമായിരിക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട വാഹനം, വീട് എന്നിവ സ്വന്തമാക്കുന്നതിനുള്ള ഒരു സമയവുമുണ്ട്. ശരീരത്തിന് അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. സ്വർണം, വെള്ളി മുതലായ രോഗങ്ങളിൽ നിക്ഷേപം നടത്തുന്നതിനും ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റു നല്ല സമ്പാദ്യ പദ്ധതികൾ നിക്ഷേപിക്കാൻ സാധിക്കും. ചിലർക്ക് പ്രത്യേക സാങ്കേതിക വിദ്യയിൽ ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നതിനും അതില് അവര് വളരെ മികച്ച രീതിയിൽ തൊഴിലില് പ്രകടനം കാഴ്ചവെക്കുന്നതിനും സാധ്യതയുണ്ട്. അങ്ങനെ പ്രവേശിക്കുന്നവർക്ക് വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. സർക്കാരിൽ നിന്ന് അവർക്ക് പല ആനുകൂല്യങ്ങളും ലഭിക്കാം. അതുപോലെ പല രീതിയിലും അഭിവൃദ്ധി ഉണ്ടാകാം എന്നുള്ളതാണ് ഈ സമയം. അതുപോലെ ഗവേഷണ രംഗത്തുള്ളവർക്കും ധാരാളം മെച്ചപ്പെട്ട അവസരങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും. അതുപോലെ മെച്ചപ്പെട്ട ഗുണങ്ങളും നേട്ടങ്ങളും അവർക്കുണ്ടാകും. ചിലർക്ക് അശ്രദ്ധ കാണിച്ചാൽ, അതായത് അവർ ഏത് തൊഴിലാണോ അവർ ചെയ്യുന്നത് ആ തൊഴിലിൽ അവർ ഒരിക്കലും ഒരു അശ്രദ്ധ കാണിക്കരുത്. അങ്ങനെ അശ്രദ്ധ കാണിച്ചാൽ അത് വളരെയധികം മോശപ്പെട്ട രീതിയിലേക്ക് പോകുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ജോലി വേറെ ആരെയും ഏൽപ്പിക്കാണ്ടിരിക്കുക. ചില രോഗങ്ങൾ വരാം, അതെല്ലാം ചികിത്സിച്ച് ഭേദമാകാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ബുദ്ധിക്ക് നേർഗതി വരുന്ന ഒരു സമയമാണ്. ചിന്തിച്ച് ഓരോന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അതായത് അതിലെ പരാജയങ്ങളും ഒഴിവാക്കാൻ സാധിക്കുന്നു. ഒരു വാഹനം സ്വന്തമാക്കുന്നതിനും ഇവിടെ ഒരു യോഗമുണ്ട്. പക്ഷേ മോഷ്ടാക്കളെ സൂക്ഷിക്കേണ്ടതാണ്. 51 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ചതിയിലും വഞ്ചനയിലും പെടാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതായത് നിങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് തരം താഴ്ത്തലുകൾക്ക് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അശ്രദ്ധ കാണിച്ചവർക്ക് പ്രയാസങ്ങൾ വരാം. ധനനാശം, ദാരിദ്ര്യം എന്നിവ വരാൻ സാധ്യതയുണ്ട്. അശ്രദ്ധ കാണിക്കാതിരിക്കുക. സർക്കാരിൽ നിന്നും ചില അധിക ദോഷങ്ങൾ കൂടി വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. കേസുകളിൽ നിന്നും വിജയം ലഭിക്കാം. ചില രോഗങ്ങൾ വന്നേക്കാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് വലിയ അളവിൽ ധനം വന്ന് ചേരുന്നതിനും അംഗീകാരങ്ങൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. അന്യദേശവാസം കാണുന്നുണ്ട്. ബന്ധുക്കളോട് വിരോധം വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. അതുപോലെ ചിലർക്ക് ഒന്നിനും ഒരു താല്പര്യമില്ലാത്ത ഒരു അവസ്ഥ, ഒരു മാനസികാവസ്ഥ വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ അവർക്ക് വിദ്യാഗുണം അവർക്ക് വളരെയധികം ലഭിക്കുന്നു. കഴിയുന്നതും ആരുമായും ഒരു വഴക്കിനും വാക്കുതർക്കത്തിനും പോകുന്നത് നല്ലതല്ല. 58 വയസ്സ് മുതൽ 78 വയസ്സ് വരെയുള്ള, അല്ലെങ്കിൽ 58 വയസ്സിന് അതിന് മുകളിലോട്ടുള്ളവരുടെ മുകളിലോട്ടുള്ള പൂരുട്ടാതി നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. ഇവിടെയും ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങുന്നതിന് ഈ പ്രായത്തിലും അവർക്കൊരു യോഗം കാണുന്നുണ്ട്. അതുപോലെ വീടും സ്വന്തമാക്കാൻ സാധിക്കുന്നു. ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പൂർണ്ണമായി മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. വീടും വാഹനങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടതാണ് അവർക്ക് വാങ്ങാൻ സാധിക്കുന്നത്. ആദരവും അവാർഡുകളും അവരെ തേടിയെത്തുന്നു. വളരെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. നിക്ഷേപങ്ങളിൽ നിന്നും ധാരാളം ആദായം അവർക്ക് ലഭിക്കാം. പേരക്കുട്ടികളുടെ ജനനം വളരെ സന്തോഷപൂർവ്വം അവർക്ക് ആഘോഷിക്കേണ്ട ഒരു സമയം വരും. വയറിനെ ബാധിക്കുന്ന ഒരു അസുഖം വരുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബന്ധുക്കളെ കൊണ്ട് പല രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ലഭ്യമാകാം. എന്നാൽ ചില അടുത്ത ബന്ധുക്കൾക്ക് വിയോഗം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ചില അപവാദങ്ങൾ കേൾക്കാമെങ്കിലും അതൊക്കെ നിങ്ങൾ അതിലൊന്നും ചെവി കൊടുക്കാണ്ടിരിക്കുക. കൃഷിഭൂമി, അതായത് തോട്ടങ്ങളായിട്ടൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ചില ബഹുമതികളും ആദരവുകളും ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്നും പല രീതിയിലും അവാർഡുകൾ പോലുള്ള നേട്ടങ്ങൾ ലഭിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. ഇവിടെ പ്രവചിച്ചത് എല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ ആദിത്യന്റെയും ഗുരുവിന്റെയും ഗുളികന്റെയും യോഗം നടക്കുന്നതിനാൽ അത് ചില തടസ്സങ്ങൾ ആദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗുളികന്റെ സാന്നിധ്യം മൂലം.
എന്നാൽ അതിലൂടെ തന്നെ അവസാനം വൻ വിജയങ്ങളിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കും. കാരണം ഗുരുവിന്റെ സാന്നിധ്യം ദോഷങ്ങളെ ലഘൂകരിച്ച് രാജയോഗം നൽകുന്നതായിട്ടാണ് കാണുന്നത്. പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്നു. ശക്തമായ രാജയോഗം ചിലർക്ക് ലഭ്യമാകുന്നു. ധനവും പ്രശസ്തിയൊക്കെ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലർക്ക് ആത്മവിശ്വാസവും അതുപോലെ തന്നെ അറിവും ജ്ഞാനവും എല്ലാം ധാരാളം അവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അങ്ങനെ ചില ആൾക്കാരിൽ ഈ ഗുളികന്റെ സ്വാധീനം മൂലം അതിന്റെ ഗുളികന്റെ വലയത്തിൽപ്പെട്ടിട്ട് അവർക്ക് അഹങ്കാരം ഉണ്ടാകുന്നു. ഈ അഹങ്കാരമുള്ള സമയത്ത് അവരെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റായി പോകും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ശുക്രകേതു യോഗം വരുന്നതിനാൽ സുഖങ്ങളോടുള്ള ആർത്തി കുറയുന്നതിനും ആത്മീയ കാര്യങ്ങളിലും തത്വചിന്തകളിലും നമുക്ക് മുഴുകുന്നതിനും ഒരു താല്പര്യം മനസ്സിനുണ്ടാകാം. ബന്ധങ്ങളിൽ വിള്ളലുകൾ വന്നേക്കാം. പ്രണയബന്ധത്തിലും ദാമ്പത്യ ബന്ധത്തിലും പങ്കാളിത്ത വ്യാപാര ബന്ധങ്ങളിലെല്ലാം തെറ്റിദ്ധാരണ ഉണ്ടാകാം. അതായത് ഈ ബന്ധങ്ങളിൽ നിന്നെല്ലാം എന്നേക്കുമായി പിരിഞ്ഞു പോകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർ താൽക്കാലികമായിരിക്കാം. മാനസികമായ ഒരു ആശയക്കുഴപ്പം വരാം. അതായത് ആഡംബര ജീവിതം നയിക്കണമെന്ന മനസ്സിന്റെ ആശ ഒരു സൈഡിലും അതിൽ നിന്നെല്ലാം വിട്ടുനിന്നിട്ട് ആത്മീയ ജീവിതവും തത്വചിന്തയിലേക്ക് പോയാലേ ശരിയാകും എന്നുള്ള ഒരു വാശി വേറൊരു സൈഡിലും വരുന്നതിനാൽ ഇവർക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നു. അതായത് ഏതൊരു ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റാത്തൊരവസ്ഥ മനസ്സിനൊരു സംഘർഷം സൃഷ്ടിക്കുന്നു. ഈ ആശയക്കുഴപ്പം ധനപരമായ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകും. ധാരാളം ധനം കൈവശം വന്നു ചേരാമെങ്കിലും അതുപോലെ തന്നെ പാഴ്ചെലവുകൾ, അതായത് അനാവശ്യമായ ചെലവുകൾ വരുന്നതിന് സാധ്യതയുണ്ട്. അതിനാൽ ഒരു സാമ്പത്തിക അച്ചടക്കം നല്ലതാണ്. സൃഷ്ടിപരമായ കഴിവുകൾ ഉള്ള ആൾക്കാർക്ക്, അത് നടന്മാർക്കായിരുന്നാലും നടിമാർക്കായിരുന്നാലും അത് അങ്ങനെയുള്ള കഴിവുകളുള്ളവർ ഏത് കരയിലുള്ള സാഹിത്യവാസനയായിരുന്നാലും അവർക്കെല്ലാം നല്ലൊരു കാലഘട്ടമാണിത്. ഈ യോഗം നല്ലത് ചെയ്യുന്നു. അതുപോലെ ചന്ദ്രരാഹു യോഗം വരുന്നതിനാല് ഇതിനെ ഗ്രഹണ യോഗം എന്നാ പറയുന്നത്. അശുഭകരമായ ഈ യോഗത്തിന് നമ്മുടെ ജീവിതത്തെയും മനസ്സിനെയും വളരെയധികം സ്വാധീനിക്കാൻ കഴിവുണ്ട്. മാനസിക സമ്മർദ്ദം കൂടാൻ സാധ്യതയുണ്ട്. കാരണം ഡിപ്രഷൻ പോലുള്ള മനോവിചാരമുള്ളവർക്ക് ആശയക്കുഴപ്പം, മനസ്സിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവർക്ക് മനസ്സിൽ ഒരു വലിയ പ്രശ്നം വരാം. അതുപോലെ തന്നെ സംശയ രോഗം വരാം. അതായത് മനുഷ്യരെയും അതുപോലെ തന്നെ സാഹചര്യങ്ങളെയും പല രീതിയിലും തെറ്റായിട്ട് സംശയിച്ച് അങ്ങനെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഉറക്കക്കുറവ് ചിലരിൽ ഉണ്ടാക്കാം. ചിലരിൽ വിഷാദ രോഗം ഉണ്ടാകും. ചിലരിൽ ദേഷ്യം, കോപം വരുന്നതിന് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഈ ഉള്ള ജ്യോതിഷപരമായോ പൂജപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ആഗസ്റ്റ് മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.